റോച്ചായ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് 8 ദിവസമായി. ഇതുവരെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. വലിയ വിജയം ആഘോഷിക്കാൻ നിന്ന സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പരിഹസിക്കപ്പെടുകയാണ്. എന്തിനാണ് ഹൈക്കമാൻഡ് ഇത്രയും ഗതികേടിലേക്ക് പ്രവർത്തകരെ എത്തിക്കുന്നത്? അതായത് ജനവിധിയെ മാനിക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. അത് ജനാധിപത്യ ക്രമത്തിലെ ഒരു പൊതു സ്വഭാവമാണ്. ജനാധിപത്യം ഉള്ളിടത്തും അല്ലെങ്കിൽ ഏകാധിപത്യം ഉള്ളിടത്തും ഒക്കെ ജനങ്ങൾ ഈ നീതി നിഷേധിക്കപ്പെടുകയും ജനവികാരം മനസ്സിലാക്കാതെ ഇരിക്കുമ്പോഴാണ് ജനങ്ങൾ തെരുവിലിറങ്ങുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഏതാണ്ട് അതിന് സമാനമായ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിലുണ്ടായിരിക്കുന്നത്. അത്ഭുതാവഹമായ ഒരു ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വരേണ്ട ഒരു സർക്കാർ ഇപ്പോഴും ഒരു നിശ്ചയമില്ലാതെ തെക്ക് വടക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. 63 സീറ്റ് കിട്ടി. ഏതാണ്ട് കേവല ഭൂരിപക്ഷത്തിന് 8-9 സീറ്റിന്റെ കുറവ്, 8 സീറ്റിന്റെ കുറവ് മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഈ പാർട്ടി അതിഭീകരമായ ഒരു അധപതനത്തിലേക്ക് ചെന്നു പോയിരിക്കുന്നത്. കോൺഗ്രസിന്റെ പാരമ്പര്യം അനുസരിച്ച് നിയമസഭാ കക്ഷി നേതാവിനെ AICCയുടെ നിരീക്ഷകർ വന്ന് തിരഞ്ഞെടുക്കുന്ന പതിവാണുള്ളത്. പക്ഷേ ഇത്തവണ അതിനകത്തു നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി നിരീക്ഷകർ വന്നു, തലയെണ്ണൽ നടത്തി, തിരിച്ച് ഡൽഹിക്ക് പോയി ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കടിപിടി കൂട്ടുന്ന 3 പേരെയും വിളിച്ച് ചർച്ച നടത്തുന്നു. നാട്ടിലുണ്ടായിരുന്ന പ്രതിഷേധങ്ങൾ നിർത്താൻ ആവശ്യപ്പെടുന്നു. ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ തീരുമാനം ഉണ്ടാവുക, തീരുമാനം എടുക്കേണ്ട വ്യക്തികളൊക്കെ തന്നെ ആടിക്കളിക്കുകയാണ്. തീരുമാനം എടുക്കേണ്ടത് ആരാണ്? കോൺഗ്രസ് പ്രസിഡന്റും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയും ഒക്കെ ചേർന്നാണ് ഇതെടുക്കേണ്ടത്. അപ്പൊ അവർക്ക് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എത്താൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് ഘടകകക്ഷികൾ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറയുന്നു. മറുവശത്ത് AICCയുടെ നിരീക്ഷകരുടെ റിപ്പോർട്ട് പ്രകാരം KC വേണുഗോപാലിനാണ് നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷം എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ ആകെ മൊത്തം കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. സീനിയോറിറ്റി പറഞ്ഞ രമേശ് ചെന്നിത്തലയുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും ഇവർ ജനങ്ങളുടെ ജനങ്ങൾ വോട്ട് നൽകി ജയിപ്പിച്ച ആ ജനങ്ങളോടാണ് ഇവർ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹൈക്കമാൻഡ് ആരെങ്കിലും എടുക്കാതിരിക്കുക, അതൊക്കെ ഹൈക്കമാൻഡിന്റെ തലവേദന. പക്ഷേ നിങ്ങൾക്ക് വോട്ട് തന്ന് ജയിപ്പിച്ച ജനങ്ങൾ ഇന്ന് പശ്ചാത്തപിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെ വീണ്ടും ശിക്ഷിക്കാനുള്ള അവസരം നിങ്ങൾ തന്നെ ഉണ്ടാക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി വരാനിരിക്കുന്ന 2-3 തെരഞ്ഞെടുപ്പുകളുണ്ട്. 5 വർഷത്തെ കാലാവധിക്കുള്ളിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2029 വരുന്നുണ്ട്. 2030 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. 2031 വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പം ഈ 3 തെരഞ്ഞെടുപ്പുകൾ അവരുടെ മുമ്പിലുണ്ട്. നിങ്ങളെ ഓടിച്ചിട്ട് തല്ലാൻ കിട്ടുന്ന ചാൻസുകൾ ജനം ഉപയോഗിക്കും. ഇവിടെ ഇപ്പൊ 35 സീറ്റെങ്കിലും കിട്ടിയെങ്കിൽ ചിലപ്പോൾ 3 സീറ്റിലേക്ക് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്തിയെന്ന് വരും. കാരണം ഇതാണ് ഇവർ പിന്തുടരുന്ന മാർഗമെങ്കിൽ. അപ്പോൾ സാമാന്യഗതിയിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും 3-4 ദിവസമൊക്കെ എടുത്ത് അവരവരുടെ തീരുമാനത്തിലേക്ക്. ഇതിപ്പോ നമ്മുടെ തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഇന്നലെ അവിടുത്തെ മന്ത്രിസഭ ചാർജ് എടുത്തു കഴിഞ്ഞു. വിജയന്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ വന്നു കഴിഞ്ഞു. ബംഗാളിൽ വന്നു കഴിഞ്ഞു. ആസാമിൽ നാളെയോ മറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നിലവിലുള്ള BJPക്ക് തന്നെയാണ് അവിടെ ഭൂരിപക്ഷം കിട്ടുക. അപ്പൊ അവർക്ക് നാളെയോ മറ്റന്നാളോ അവർക്ക് എടുക്കുന്നതിന് പ്രശ്നങ്ങളില്ല, അവിടെ തർക്കങ്ങളില്ല. അപ്പൊ ഇതോടൊപ്പം കേരളത്തോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നടന്ന പുതുച്ചേരിയിൽ മന്ത്രിസഭ രൂപീകരിച്ചു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ എല്ലായിടത്തും നിൽക്കുമ്പോഴാണ് കേരളത്തിൽ മാത്രം, അത് കോൺഗ്രസിന് ആകെ കൂടി ഒരു തുരുത്തുപോലും കിട്ടിയ ഒരു സ്ഥലമാണ് കേരളം. അവിടെ ഏറ്റവും അഭിനന്ദനാർഹമായ വിജയം നേടിക്കൊടുത്തതിന് ശേഷം തമ്മിലടിച്ച് യാദവ് കുലം പോലെ തലതല്ലി കീറി നശിക്കാനായിട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ ജനങ്ങൾ ഇത് വളരെ പരിഹാസത്തോടുകൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ജനങ്ങൾ ഇവരെ കൊണ്ട് മടുത്തിരിക്കുകയാണ്. അതായത് അധികാരം ഏറ്റെടുത്തില്ല, അതിനു മുമ്പ് തന്നെ ഈ തരത്തിലേക്ക് തമ്മിൽ തല്ലി തല കീറി നശിക്കുന്ന സ്ഥിതിയിൽ കേരളത്തിലെ ജനങ്ങൾ ഇത് പ്രതീക്ഷിച്ചിരുന്ന. പക്ഷേ ഈ തുടക്കത്തിൽ തന്നെ മന്ത്രിസഭ രൂപീകരിച്ചതിന് ശേഷം അടിയും കുത്തും നടക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചെങ്കിൽ മന്ത്രിസഭ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അധികാര കസേരയ്ക്ക് വേണ്ടി നേതാക്കൾ തമ്മിൽ അടികൂടി എന്ന് പറയുന്നത്. ഈ രാഹുൽ ഗാന്ധിയാണ് ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയത്, നിങ്ങൾ സംഘനൃത്തമേ കളിക്കാവൂ എന്ന് പറഞ്ഞിരുന്നതെന്നാണ് ഇവരിപ്പം ഈ 3 പേരും കോടാലിയും വെട്ടുകത്തിയും പാക്കത്തിയുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ ചർച്ചയും തർക്കമേ തുടങ്ങിയിട്ടുള്ളൂ. ഇനി മന്ത്രിസഭത്തെ കുറിച്ചുള്ള വലിയ തർക്കം വരാനുണ്ട്. അല്ല, അത് മാത്രമല്ല, അത് കഴിഞ്ഞ് ഈ മന്ത്രിസഭയ്ക്കകത്ത് 21 പേരേ പറ്റുള്ളൂ. അതിനകത്ത് ഘടകകക്ഷികളുടെ മന്ത്രിമാര് കോൺഗ്രസിന്റെ 12 പേരുമേ പറ്റുള്ളൂ. അപ്പൊ ഇനി അതിനുവേണ്ടിയുള്ള കോലാഹലങ്ങളും ഗുസ്തിയും എന്തായിരിക്കും എന്നുള്ളതാണ് സ്ഥിതി. ഇപ്പൊ തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്.
ഈ ജനങ്ങൾ VD സതീശനെ ആക്കുന്നില്ല എന്ന് പറഞ്ഞ് ജനങ്ങൾ തെരുവിൽ ഇറങ്ങിയതിന് ആ സമയത്ത് തന്നെ അതേക്കുറിച്ച് അതിനെതിരായിട്ട് സംസാരിച്ച കുറെ MLA-മാരുണ്ട് കോൺഗ്രസിലെ തന്നെ. അവർക്കാർക്കും പിന്നെ അവരുടെ മണ്ഡലത്തിൽ ഇറങ്ങി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങാൻ, മണ്ഡല സന്ദർശനം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. പലരും വീടിനുള്ളിൽ അടച്ചിട്ടിരിക്കുകയാണ്, പലരും പേടിച്ചിരിക്കുകയാണ്. കാരണം ചെല്ലുന്നിടത്ത് തന്നെ പലരും അവരെ വളഞ്ഞിട്ട് ജനങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ സതീശനെ പിന്തുണച്ചില്ലല്ലോ. ഇന്നലെ KM അഭിജിത്തിനോട് ചോദിക്കുന്നത് കണ്ടു. അങ്ങനെ പലർക്കും ഈ സ്വീകരണങ്ങൾ പൂർത്തിയാക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ നിൽക്കുകയാണ്. അപ്പൊ ഇത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഈ MLA-മാരെല്ലാം ഇപ്പൊ നാണം കെട്ട് നടക്കുകയാണ്. അവർ ജയിച്ചെങ്കിലും അവരെല്ലാം തല താഴ്ത്തി നടക്കുകയാണ്. സ്വന്തം പാർട്ടിയിൽ ഇവരെ തെരഞ്ഞെടുത്ത് വിട്ട വോട്ടർമാര് ഇവരെ തെരഞ്ഞെടുത്തല്ലോ എന്നുള്ള രീതിയിൽ അവർ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇത്ര ആഭാസന്മാരെയാണല്ലോ തെരഞ്ഞെടുത്ത് വിട്ടു എന്നുള്ളത്. എന്ന് വെച്ചാൽ സ്വന്തം പാർട്ടിയിൽ പെട്ട നേതാക്കന്മാർക്ക് വേണ്ടി കൊലവിളി നടത്തുകയും മറ്റുള്ളവരെ പരിഹസിക്കുകയും, നിങ്ങൾ വോട്ടർമാരോട് ഒരു നീതിയും കാണിക്കാത്ത തരത്തിലാണ് ഈ പെരുമാറ്റം മുഴുവൻ. നിങ്ങൾക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം തന്ന ജനങ്ങളിപ്പം അവര് തലേ കൈവയ്ക്കുകയാണ്, ഇവന്മാരെ ഇങ്ങനെ അധികാരത്തിൽ കയറ്റിയല്ലോ എന്നുള്ളത്. കാരണം ഒരു ഏകാധിപതിയെ സഹിച്ച് 10 വർഷം സഹിച്ചതിനാണ് അയാളെ എടുത്ത് കടലിലിട്ടിട്ടാണ് ഇവരെ കൊണ്ടുവന്നത്. ഇവർ അതിനെക്കാട്ടിലും വൃത്തികെട്ടവരായിട്ടാണ് ജനങ്ങളോട് പോയി. അവർക്കിപ്പോൾ ജനങ്ങളെ കാണുന്ന പുച്ഛമാണ്. അവർ ജനങ്ങൾ അഭിപ്രായം പറയുന്നതിൽ അവർ പുച്ഛിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ജനങ്ങൾ ഇതിനകത്ത് അഭിപ്രായം പറയണ്ടല്ലോ എന്നാണ് പറയുന്നത്. ജനങ്ങൾ അഭിപ്രായം പറഞ്ഞതാണല്ലോ നിങ്ങൾ അധികാരത്തിൽ വന്നത്. അപ്പൊ ആ സാമാന്യ നീതിബോധം പോലും നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മാനദണ്ഡത്തിനകത്ത് നിന്നുകൊണ്ട് ഇത് തിരഞ്ഞെടുക്കാമായിരുന്നു. നിങ്ങൾ പറയണമായിരുന്നു ആരാണ് ആവേണ്ടത് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണമായിരുന്നു. അതൊന്നും ചെയ്യാതെ ഇത്തരത്തിൽ തമ്മിൽ അടികൂടുക. PC വിശ്വനാഥ് തുടക്കത്തിൽ പറഞ്ഞതാണ്, വെറും 24 മണിക്കൂർ കൊണ്ട് ആളെ തെരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ 8 ദിവസമായി ഒന്നും നടന്നിട്ടില്ല. അപ്പോ ഇതാണ് അവസ്ഥ. അപ്പം നിങ്ങളെ ഓരോ അതായത് സ്കൂൾ തുറന്നു, ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ തോറ്റു പിന്മാറിയെന്ന്, നിങ്ങൾ തോറ്റു കഴിഞ്ഞു എന്നുള്ളതാണ്. 100% തോൽവിയിലേക്ക് നിങ്ങൾ പോയി എന്നുള്ള ഒരു വിലയിരുത്തലാണ് സാധാരണക്കാർ നിൽക്കുന്നത്. നിങ്ങൾ നോക്കിയേ, ലോകം ഒട്ടാകെയുള്ള മലയാളികൾ ഇങ്ങനെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. അത് ഇപ്പൊ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതുന്നവരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, കോൺഗ്രസിനെയാണ് അവർ കുറ്റപ്പെടുന്നത്, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനെയാണ് കുറ്റപ്പെടുന്നത് അവർക്കൊരു തീരുമാനം എടുക്കാൻ. കാരണം ഈ കാലങ്ങളിലെല്ലാം നമ്മൾ കണ്ടതായി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം മണ്ടൻ തീരുമാനങ്ങൾ എടുത്ത് സ്വയം കുഴി ഒഴിച്ച് അതിനകത്തേക്ക് പോയി ചാടുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതേ അവസ്ഥയിലേക്കാണ് കേരളത്തിലേക്ക് പോകുന്നത്, ഇല്ലേ? മധ്യപ്രദേശിൽ, രാജസ്ഥാനിൽ, ഗോവയിൽ, ഇങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും എവിടെങ്കിലും ഒരു സാധ്യതയുള്ളത് മുഴുവൻ നശിപ്പിക്കുകയാണ്. അടുത്ത വർഷം 6 സംസ്ഥാനങ്ങളിലാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഇടത്തേക്ക് പോകുമ്പോൾ ഒരു പാർട്ടിയിലാണ് ഇവിടെ തെക്കേ ഇന്ത്യയിൽ ഇവിടെ ആകെ കൂടി കോൺഗ്രസിന് വളർച്ചയുള്ള സംസ്ഥാനമാണ്. അവിടെ ഈ കിട്ടിയ സീറ്റിന് ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയിട്ട് തമ്മിലടിച്ച് തലതല്ലി കീറുകയാണ്. അപ്പൊ നിങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ഇത് ദേശീയ തലത്തിൽ വലിയ ചർച്ചയാക്കിയിരിക്കുകയാണ്. കോൺഗ്രസിന് ഇത്രയും മഹാഭൂരിപക്ഷം കിട്ടിയിട്ട് തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് BJP-യും മറ്റ് ഘടകകക്ഷികളും എല്ലാം പറയുകയാണ്. പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് വരാനിരിക്കുന്ന പ്രദേശങ്ങളിൽ അവിടെങ്ങും ഇനി അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പുകളൊന്നും കോൺഗ്രസിന് ഒരു സാധ്യതയുള്ള സ്ഥലങ്ങളല്ല. പഞ്ചാബ്, ഗുജറാത്ത്, UP അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെയാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അപ്പൊ അവിടെങ്ങും ഒരു പ്രതീക്ഷയില്ലേ? എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഉണ്ടാവേണ്ടതായിരുന്നു. കേരളത്തിൽ ഇത്രയും മഹാഭൂരിപക്ഷം കിട്ടി എന്ന് പറഞ്ഞ് ഒരു പ്രചരണത്തിനുള്ള സ്കോപ്പ് പോലും തന്നെ ഇല്ലാതാക്കി കളഞ്ഞു. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു അച്ചടക്കമില്ലാത്തൊരു പാർട്ടി ആയതുകൊണ്ട് സംഭവിക്കുന്ന ദുരിതമാണ്. അതായത് വ്യവസ്ഥാപിതമായ മാർഗത്തിൽ ഈ പാർട്ടിക്ക് ഒരു ഘടനയില്ല. അതായത് തെരഞ്ഞെടുപ്പിലൂടെ വരുന്ന പ്രാദേശിക നേതാക്കന്മാരില്ല, ജില്ലാ നേതാക്കന്മാരിലൊന്നുമില്ല. കാരണം നേതൃത്വം മേളിൽ നിന്ന് പെട്ടിയെടുക്കുന്നവരെയും അവരുടെ അടുക്കളപ്പണി ചെയ്യിക്കുന്നവരെയും നിങ്ങൾ നേതാക്കന്മാരായി നോമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ തന്നെ അവരുടെ വിധേയത്വം എപ്പോഴും ഈ തന്നെ നോമിനേറ്റ് ചെയ്തവരോടാണ് ആ വിധേയത്വം മുഴുവൻ. അല്ലെങ്കിൽ MLA ആയിട്ട് മത്സരിക്കാൻ സീറ്റ് കൊടുക്കുന്നവരോടാണ്, നേതാക്കളോടാണ് അവരുടെ വിധേയത്വം. അപ്പൊ ഇങ്ങനെ വിധേയത്വം ഒരു നേതാവിലേക്ക് തന്നെ കേന്ദ്രീകരിച്ചു കൊണ്ട് വരുമ്പോൾ അവർക്ക് മറ്റു കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കണ്ട, മറ്റ് ജനവികാരത്തെ കുറിച്ച് അവർക്ക് ബോധ്യം വേണ്ട, സാമാന്യ നീതിയെക്കുറിച്ച് അവർ ആലോചിക്കണ്ട. ഞങ്ങളുടെ വിധേയത്വം എപ്പോഴും ഞങ്ങൾക്ക് സീറ്റ് തന്നതും ഞങ്ങൾക്ക് പണം തന്നതുമായ നേതാക്കന്മാരെ കുറിച്ച് ഇവിടെ പറയുന്നത് കേട്ടില്ലേ? KC വേണുഗോപാലാണ് മത്സരിക്കാൻ പണം തന്നതും സീറ്റ് തന്നതും ഒക്കെ. അപ്പം ഞങ്ങളുടെ വിധേയത്വം ആരോടാ? അത് തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷേ നിങ്ങളുടെ പാർട്ടിയാണ് നിങ്ങൾക്ക് ഇതൊക്കെ തന്നെന്നല്ല അവർ പറയുന്നത്. ഞങ്ങൾക്ക് തന്നതെല്ലാം KC വേണുഗോപാലാണ്, അല്ലെങ്കിൽ VD സതീശനാണ്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയാണ്.
എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് ഞങ്ങൾക്ക് പണം തന്നതും ഞങ്ങൾക്ക് സീറ്റ് തന്നതും ഞങ്ങളുടെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് ഇവരാരും പറയാൻ തയ്യാറാകുന്നില്ല. അവരുടെ വിധേയത്വം നേതാക്കളിൽ മാത്രമാണ് നിൽക്കുന്നത്. അവർക്ക് യഥാർത്ഥത്തിൽ അവരുടെ വിധേയത്വം ആരോടാണ് വേണ്ടത്? ജനങ്ങളോടാണ് വേണ്ടത്. ഇല്ലേ? നിങ്ങൾ കണ്ടതാണ് 13 മന്ത്രിമാരെയാണ് ജനം തോപ്പിച്ചിറക്കി വിട്ടത്. കേരളത്തിലെ മുഖ്യമന്ത്രി ആദ്യത്തെ 6 റൗണ്ടിൽ പിന്നോക്കമായിരുന്നു. അപ്പം കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റും ആർക്കും സുരക്ഷിതമല്ല എന്നുള്ള കൃത്യമായ ഒരു മെസ്സേജാണ് വന്നത്. ഇപ്പൊ MLA-മാരായിരിക്കുന്ന പലർക്കും ഇപ്പൊ തന്നെ ജനങ്ങളെ കാണുന്ന തന്നെ അവർക്ക് പുച്ഛമായി തുടങ്ങി. ജനങ്ങളല്ലേ ഇതിനകത്ത് പ്രതികരിക്കേണ്ടത്? അത് തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് മുഖ്യമന്ത്രിയെ നിയമിക്കണമെന്നാണ് ഈ അഹങ്കാരം മൂത്ത പുതിയ പുത്തൻകൂറ്റുകാരായ MLA-മാർ പറയുന്നത്. അപ്പൊ അത് തന്നെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ജനങ്ങളാണ് അവരെ, അല്ലെ MLA-മാരെ ആക്കിയത് ആരാണ്? ജനങ്ങളാണ്. ഇല്ലേ? അപ്പൊ ജനങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ആർക്കോടൊപ്പമാണ് ജനങ്ങൾ നിൽക്കുന്നു, അതെന്താ പരിഗണിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ഇപ്പൊ തമിഴ്നാട്ടിൽ കണ്ടില്ലേ, ജനങ്ങളുടെ വികാരമാണ് അവിടെ കണ്ടത്. ജനങ്ങളാണ് വിജയനെ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുത്ത്. ജനങ്ങളാണ് സുവേന്ദ്രു അധികാരിയെ ബംഗാളിൽ മുഖ്യമന്ത്രിയാക്കിയത്. മമതയെ പറഞ്ഞു വിട്ടതും അവരാണ്, ജനങ്ങളാണ്. ജനങ്ങൾക്ക് ഈ ജനാധിപത്യത്തിലുള്ള ഏക ജനങ്ങളുടെ ഒരു ശക്തി എന്ന് പറയുന്നത് അത് മാത്രമാണ്. അത് മനസ്സിലാക്കാൻ ഈ കേരളത്തിൽ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന രാഷ്ട്രീയ പാർട്ടി എന്നാൽ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ള ദാരുണമായ സ്ഥിതിയാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസിന്റെ ശവക്കുഴി എല്ലാ കാലത്തും തോണ്ടിക്കൊണ്ട്. അല്ലാതെ ഇന്ത്യയിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളല്ല കോൺഗ്രസിന്റെ പ്രധാന ശത്രുക്കൾ എന്ന് പറയുന്നത്. ഈ നേതാക്കന്മാരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ഈ പാർട്ടി ഈ കഴിഞ്ഞ ഇത്രയും കാലമായിട്ട് തന്നെ നശിച്ച് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മോദിക്കെതിരെ മോദി സർക്കാരിന്റെ വികലമായ നയങ്ങൾക്കെതിരെ പോലും ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് റോഡിൽ ഇറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് ഈ പാർട്ടി. കാരണം എങ്ങനെയാണ്? തമ്മിലടി അവസാനിപ്പിച്ചിട്ട് വേണ്ടേ മോദിക്കെതിരെ നിൽക്കാൻ? അതാണ് മോദിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന്. മോദി അത്ര വലിയ ജനപ്രിയനായ നേതാവൊന്നും ആയിട്ടില്ല. കാരണം ഇവിടെ പ്രതിപക്ഷത്തെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. കോൺഗ്രസിന്റെ ആന്തരിക പ്രശ്നങ്ങൾ തന്നെ കോൺഗ്രസിനെ തകർക്കുന്ന സ്ഥിതിയിലേക്കാണ് നിൽക്കുന്നത്. ഒരു വാലും തലയില്ലാത്ത നേതൃത്വം, ഒരു നിലപാടുകളില്ലാത്ത നേതൃത്വം, ഒരു ആശയത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ട് നിന്ന് ജനങ്ങളെ സംഘടിപ്പിക്കാൻ കഴിയാത്ത കാര്യം, ജനകീയ പ്രശ്നങ്ങളിൽ തന്നെ യാതൊരു തരത്തിലുള്ള പ്രതികരണം നടത്തുകയോ അല്ലെങ്കിൽ അതിനകത്ത് ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനോ കഴിയാത്ത അലംഭാവം നിറഞ്ഞ അസ്ഥിരതയുള്ള ഒരു നേതൃത്വമായിട്ടാണ് കോൺഗ്രസ് ഇപ്പം വന്നു മാറിയിരിക്കുന്നത്.